അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മുഹറം മാസമാണ്, പരിശുദ്ധമായ മുഹറം മാസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. ഈ മാസത്തിലെ 9-10 ദിനങ്ങൾ അങ്ങേയറ്റം പുണ്യകരമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അമലുകൾക്ക് ഏറ്റവും സ്വീകാര്യതയുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് അങ്ങേയറ്റം പവിത്രതയുള്ള കാര്യവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നബിയും സഹാബാക്കളും മദീനയിലെത്തിയ സമയത്ത് അവിടെയുള്ള ജൂതന്മാർ ഈ മുഹറം 10 ദിവസത്തിൽ നോമ്പെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അവരോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇന്നേ ദിവസം നോമ്പെടുക്കുന്നത് എന്ന്. അപ്പം അവർ മറുപടി പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഒരുപാട് പ്രവാചകന്മാർ അവർക്ക് നേരിട്ട ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ്. പ്രത്യേകമായും മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഫിർഔൻ പ്രഭൃതികളെ നൈൽ നദിയിൽ മുക്കിക്കൊന്നുകൊണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ മൂസയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇന്നേ ദിവസം നോമ്പ് പിടിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പായി പൂർത്തിയാക്കുകയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9-ഉം 10-ഉം, അതായത് ജൂതന്മാർക്ക് വിരുദ്ധമാകുന്നതിന് വേണ്ടി ഈ 10 എന്നത് മാറ്റി അതിൻ്റെ കൂടെ 9-ഉം കൂടെ ചേർത്ത് 9-ഉം 10-ഉം ഞാൻ നോമ്പെടുക്കും എന്ന് തങ്ങൾ സഹാബികളോട് പറയുകയുണ്ടായി. പക്ഷേ പിറ്റേ വർഷത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഈ മുഹറം 10-നേക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മുഹറത്തിൻ്റെ വിശേഷണങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ കരക്കടിഞ്ഞത് മുഹറത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നമ്രൂദിൻ്റെ തീക്കുണ്ടാരം മാസങ്ങളോളം വലിയ കുഴിയുണ്ടാക്കി ടൺകണക്കിന് വിറക് കൊണ്ടുപോയിട്ട് കത്തിച്ച് അതിൻ്റെ എത്രയോ കിലോമീറ്ററുകൾ മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ വരെ
വെന്ത് വെണ്ണീരാവുന്ന സാഹചര്യമുള്ള ആ തീക്കുണ്ടാരം. അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം മാറ്റി ആരോഗ്യസ്ഥിതി പ്രാപിക്കാൻ കഴിഞ്ഞത് മുഹറം 10-നാണെന്നും യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞുകൂടിയ ശേഷം കരയിലേക്ക് അണഞ്ഞത് മുഹറം 10-നാണെന്നും പറയപ്പെടുന്നു. ഈ മുഹറം 10-ൻ്റെ ദിവസം ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുള്ള ദിവസമാണ്. അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇർഷാദുൽ ഇബാദിൽ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ബസ്രയിലൊരു ഖാദി ഉണ്ടായിരുന്നു. ഈ ഖാദിയുടെ അടുക്കൽ ഒരു ഭർത്താവ് മരിച്ചുപോയ വിധവയായ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്. മക്കളെ പോറ്റാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. എന്നാൽ ഇന്ന് മുഹറത്തിൻ്റെ ദിവസമാണ്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അല്പം ദീനാർ 10 ദീനാർ എനിക്ക് കടമായിട്ടോ അല്ലെങ്കിൽ സദക്കയായിട്ടോ എങ്ങനെയെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഖാദിയാണല്ലോ, അപ്പോൾ ഇയാളുടേതായ മസാല ഉണ്ടാകുമല്ലോ. ഖാദി പറഞ്ഞു, സദക്കയായിട്ട് എന്തായാലും ഞാൻ തരുന്നില്ല, കടായിട്ട് തരാം. ഒരു കാര്യം ചെയ്യും, ഉച്ച കഴിഞ്ഞിട്ട് ലോഹ്റസ്കാരം കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ തിരിച്ചു പോയി. ലോഹ്റസ്കാരം കഴിഞ്ഞു. ഇയാൾ അവിടെ ചെന്നപ്പോൾ ഇയാൾ പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചെടുത്തുനിന്ന് പൈസ കിട്ടിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. ഒരു വളരെ സങ്കടത്തോടെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ, ഒരു ധനാഢ്യൻ, അയാൾ ഈ സ്ത്രീയോട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞു, ഇങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്, മുഹറമാണ്. അതുകൊണ്ട് എനിക്ക് കുട്ടിയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഖാദി പൈസ കടന്നു തരാമെന്ന് പറഞ്ഞിരുന്നു, ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പൈസ ഒന്നും ഇപ്പോൾ കിട്ടിയില്ല. എനിക്കാണെങ്കിൽ വൈകുന്നേരം വീട്ടിലെത്തുന്ന കാര്യം ഓർക്കാൻ ഭയങ്കര സങ്കടമുണ്ട്, എങ്ങനെയാണ് കുട്ടികളെ മുഖത്ത് വെക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയുന്നു, ഇത്രയും വിശേഷപ്പെട്ട ദിവസത്തിൻ്റെ മഹത്വം നിങ്ങളൊരു ഖാദിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടോ? എന്തായാലും കുട്ടി വിഷമിക്കണ്ട, ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്ത്യാനിയായ മനുഷ്യന് 10 ദീനാർ കൊടുക്കുകയാണ് ഈ സ്ത്രീക്ക്. എന്നിട്ട് പറഞ്ഞു, ഇത് കട അല്ല, ഇത് ഈ ദിവസത്തിന് നിങ്ങൾ പറയുന്ന മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട് ഞാൻ നിനക്ക് തികച്ച ഫ്രീ ആയി അല്ലെങ്കിൽ ദാനമായി സദക്കയായി തരുന്നതാണ്. കൊണ്ടുപോയിട്ട് കുട്ടിയൊക്കെ നല്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വിട്ടു. അന്ന് രാത്രി ഈ പറയപ്പെട്ട ഖാദി ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തിലെ വലിയ മിന്നാരങ്ങളോട് കൂടിയ വലിയൊരു കൊട്ടാരം, ആര് കണ്ടാലും അത് തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു കൊട്ടാരം. അത് കണ്ടപ്പോൾ ഖാദി ആഗ്രഹിച്ചു അത് തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പം അവിടെ നിന്നൊരു മലക്ക് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതായിരുന്നു, പക്ഷേ നിങ്ങളത് നഷ്ടപ്പെടുത്തി. ഇന്ന് പകല് നിങ്ങളുടെ അടുക്കൽ വന്ന യുവതിയുടെ ദാനധർമ്മം കാരണം യുവതിക്ക് ദാനം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഈ കൊട്ടാരം. അപ്പോൾ അതിനകത്തേക്ക് ഇയാൾ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ നടന്നു പോകുന്നു. ഏത് രാവിലെ സദക്ക ചെയ്ത ക്രിസ്ത്യാനി. അപ്പം ഖാദിക്ക് ബോധ്യമായി തനിക്ക് കിട്ടേണ്ട കൊട്ടാരം ആ ക്രിസ്ത്യാനിക്ക് കിട്ടിപ്പോയിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ഇയാൾ പിറ്റേന്ന് രാവിലെ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 1,00,000 ദീനാർ തരാം,
നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ആ കൊട്ടാരം എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഈ ക്രിസ്ത്യാനി പറഞ്ഞു, ഇല്ല, തരൂല, അതെൻ്റെതാണ്, എനിക്ക് വേണം. നിങ്ങളിപ്പം വില പറയുന്നത് ഇന്നലെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട ആ സ്വർഗത്തിലെ കൊട്ടാരത്തിനല്ലേ, അത് നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഈ കാളി വിചാരിച്ച്, ഞാൻ ഇത്രയും വലിയ മനുഷ്യനായിട്ട് ഞാൻ കണ്ട സ്വപ്നം എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനി അറിഞ്ഞതെന്ന്. അപ്പം എന്തായി, ഇയാൾ പറഞ്ഞു, പിന്നെ ആ കൊട്ടാരത്തെ പറ്റി ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, നീ കണ്ട പോലെ തന്നെ. അതുകൊണ്ട് നിനക്ക് എന്തായാലും തരാനും എനിക്ക് വിൽക്കാനുള്ളതല്ല, എനിക്ക് സ്വർഗത്തിലെ കൊട്ടാരം എനിക്ക് വേണം. അപ്പം ഇയാൾ പറഞ്ഞു, അതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, മുസ്ലിമായ ആളല്ലേ സ്വർഗത്തിൽ കിടക്കുള്ളൂ, എനിക്ക് നീ മുസ്ലിം ആയിട്ടില്ലല്ലോ. അപ്പം ഇയാൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാനും മുസ്ലിമാണ്. ആ കാളി അങ്ങേയറ്റം സങ്കടത്തോടെ, അല്ലെ നഷ്ടബോധത്തോടെ ഇയാളുടെ അടുക്കൽ നിന്ന് തിരിച്ചു പോയി എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ മുഹറം 10 ദിവസങ്ങളിൽ, മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്താൽ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഒരാൾ മുഹറം 10 അല്ലെങ്കിൽ മുഹറം 9, 10 നോമ്പെടുത്താൽ അടുത്ത വർഷത്തെ മുഹറം 9, 10 വരെയുള്ള കാലഘട്ടത്തിൽ അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണെന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത്രയും മാസങ്ങൾ അല്ലെങ്കിൽ ആ വർഷം അവൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുക്കാനും ഇത് കാരണമാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് കുട്ടികളോട് വീട്ടിൽ ഭാര്യ മക്കൾക്കെല്ലാം നല്ല വിഭവമായ ഭക്ഷണം ഒരുക്കുന്നതിലും അതുപോലെ ഈ 2 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിലും എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആർക്കെങ്കിലും ദാനമോ ധർമ്മമോ ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് കാക്കും എന്നതിലുപരി നമ്മുടെ സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലും നമുക്ക് ദർജകൾ ഉയരാൻ കാരണമാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഫാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.